ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ടോ? ഈ സീസൺ മുതൽ കാണാറുണ്ട്. എന്താ പുതിയ വിശേഷം മനസ്സിലായോ? എന്തോ ചോദിക്കാൻ കാരണം എന്താ മനസ്സിലായോ? എന്തായിരിക്കും? രേണുടെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ട്? ഗെയിം കളിച്ച് തുടങ്ങിയിട്ടില്ലല്ലോ, ഗെയിം കളിക്കട്ടെ. രേണുടെ ബിഗ് ബോസിലെ ഗെയിം ഒക്കെ കണ്ടിരുന്നു. ഗെയിം കളിച്ച് തുടങ്ങിയില്ലല്ലോ, ഗെയിം കളിക്കട്ടെ. അല്ല, ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞല്ലോ. അപ്പോ ലാലേട്ടൻ ഇന്നലെ വന്നിരുന്നു, ലാലേട്ടൻ കുറെ ഫയർ ചെയ്തിരുന്നു, അതൊക്കെ കണ്ടിരുന്നു. എന്ത് തോന്നി കണ്ടിട്ട്? നല്ല കാര്യം, എല്ലാവർക്കും ഓരോ വാണിങ് നല്ലതാണല്ലോ. കാരണം എന്താ പറയാ, ഇത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ പ്രമോ വീഡിയോ പുറത്തിറക്കി, അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഈ കൂട്ടുകാരിയാണോ രേണു സുധി? അങ്ങനെ അഗാധമായ ബന്ധമല്ല, സുധിച്ചേട്ടൻ വഴി പരിചയപ്പെട്ടതാണ്. ഈ രേണു സുധി ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ സുധിച്ചേട്ടാ എന്ന് വിളിച്ചാണ് കയറിയത്. അപ്പൊ രേണു സുധിച്ചേട്ടനെ വെച്ചിട്ട് സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവരെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ആയിരിക്കാം. അങ്ങനത്തെ അത് ഗെയിമായിട്ട് കാണുന്നത്, അത് നമ്മളത് ഗെയിമായിട്ട് കാണുന്നില്ലല്ലോ. ഗെയിം കളിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഒരുമിച്ച്, വേറെ നിൽക്കുന്ന ആൾക്കാർ ആരും ഫാമിലിക്കാരും അതിനകത്ത് പറയണില്ല, ആരും തന്നെ പറയണില്ല. ഞാൻ കേട്ടിട്ടുമില്ല, എനിക്കറിയില്ല കേട്ടിട്ടുണ്ടോ. പക്ഷേ ഇദ്ദേഹം പോയിട്ട്, രേണു അവിടെ പോയിട്ട് കൂടുതലും ഫാമിലി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിധവയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഗെയിമിൻ്റെതായ രീതിക്ക് എടുക്കുക, കളിച്ച് ജയിക്കുക. ഈ രേണു ഇപ്പോൾ ഈ ബിഗ് ബോസിലെ ഇതവാ കാർഡ് ഒരുപാട് കാർഡൊക്കെ എടുക്കുന്നുണ്ട്, വിക്ടിം കാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ വിളി പോലും രേണു ഒരു രീതിയിൽ അതിന് തന്നെ 2 ദിവസം കൊണ്ടുവന്ന് നടന്നിരുന്നു. സെപ്റ്റി ടാങ്ക് എന്നുള്ള വിളി മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ജോലി ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലേ? ഒരുപാട് ജോലി ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് എത്ര കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ബിഗ് ബോസിലേക്ക് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്ത് നേരിടാനുള്ളൊരു മനധൈര്യമാണ്. അപ്പോൾ ആ മനധൈര്യം നമുക്ക് സെപ്റ്റി ടാങ്ക് ആടാന്ന് ചോദിക്കണമായിരുന്നു. തെറ്റായിട്ടല്ല, ഞാൻ തെറ്റാണ്. അതിപ്പോൾ ആരെ വിളിച്ചാലും ഇതിലും വലിയ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ അക്കൗണ്ടിൽ നിറച്ച് തെറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ അനീഷാണെങ്കിലും പുറകെ നടന്ന രേണുസുധിയുടെ രീതിയിലും രേണുസുധി ഉറങ്ങായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടായി. അപ്പോൾ രേണുസുധി തന്നെ ഭയങ്കര ഹാർഷായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ രേണുസുധിയുടെ സ്വഭാവം ശരിക്കും എനിക്ക് ബിഗ് ബോസിൽ കാണാൻ പോകുന്നതാണ് നമ്മൾ. ആയിരിക്കാം, മേ ബി. എനിക്ക് നേരിട്ട് കണ്ട പേഴ്സണലി അത്രയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ളൊരു പരിചയം ഇല്ലല്ലോ. അല്ലെങ്കിൽ അറിയാമെങ്കിൽ എനിക്കറിയായിരുന്നു സ്വഭാവം. ഞങ്ങൾ ഫോൺ വഴി കണ്ടിട്ടുള്ളൂ. പിന്നെ ആ മണിച്ചേട്ടൻ നമ്മുടെ സുധിച്ചേൻ്റെ രണ്ടാമത്തെ ആവശ്യത്തിനാണ് ഞാൻ പോയി പരിചയമുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ പേഴ്സണലുള്ള സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേപോലെ കാത്തിരിക്കുന്നു. അല്ല, ഈ പുറത്ത് തന്നെ രേണുസുധി ബിഗ് ബോസിൽ കയറി കഴിഞ്ഞപ്പോഴേ ഒരുപാട് അലിഗേഷൻസ് രേണുസുധിക്കെതിരെ വന്നിട്ടുണ്ട്. ഇത് കൂടുതലും വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മകനെ കുറിച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. മകനെ അബ്യൂസ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങൾ. അതിനെന്തെങ്കിലും സത്യാവസ്ഥ എനിക്കറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അല്ല, ഇതിപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞിരുന്നു രേണുസുധിയുടെ മകനെ ഞാൻ ദത്തെടുത്തോളാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്? വന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാവരോടും പറയണേ എൻ്റെ മക്കളെ നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്, ഞാൻ നോക്കിക്കോളാം. അത് 100% എൻ്റെ കുടുംബവും ഞാനും ഒത്തോളം തന്നെ പറഞ്ഞതാണ്. ഒരമ്മയും വന്ന് പറയത്തില്ല മകനെ നോക്കിക്കോ എന്ന് പറയത്തില്ല. അതുപോലെ കള്ളത്തരങ്ങൾ ഒരുപാട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. രേണുസുധിയുടെ ഓരോ ബിഗ് ബോസിലെ ഓരോരോ നീക്കങ്ങളും രേണുസുധി പോലും ചിന്തിക്കാത്ത രീതിയിലാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേണുസുധി കരയുന്ന ഒരു വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. എന്താ വെച്ചാൽ തത്തമ്മയുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തത്തമ്മക്ക് കണ്ടില്ല. ഏത് സാമാന്യ മലയാളികൾക്ക് മനസ്സിലാവും അത് കോമഡിയാന്നുള്ളത്. തത്തമ്മയെ നിനക്കെന്താ കണ്ണുമില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവും കോമഡിയാണ്. അത് കഴിഞ്ഞിട്ട് മകനെ കാണുന്നില്ല, മകനെ എനിക്ക് കാപ്പി കൊണ്ടുവരുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ സീരിയസ് അല്ലായിരുന്നു? എനിക്കതൊന്നും ഒറിജിനലായിട്ട് തോന്നുന്നില്ല, 100%. രേണുസുധി ഒരു ഫേക്ക് ആണെന്നാണ് അപ്പോൾ തോന്നുന്നത്. ഫേക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം. ഞാൻ കണ്ട സ്ഥിതിക്ക് ഫേക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ശരിക്കുള്ള രേണുസുധി ആയിട്ടില്ല, ശരിക്കുള്ള രേണുസുധി ആവട്ടെ. രേണുസുധി എന്താണോ ഏതാണെന്നുള്ള ഒന്നും പുറത്ത് വന്നിട്ടില്ല, അത് വരണം. ഫേക്ക് കളഞ്ഞിട്ട് നമ്മളെന്താണോ നമ്മുടെ ക്യാരക്ടർ അതായിട്ട് പോവുക. ഈ രേണുസുധിനെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും രേണുസുധിയുടെ ഇനിയുള്ള ഗെയിമൊക്കെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കറിയില്ല. എനിക്കും ഇവളുടെ സ്വഭാവം ക്യാരക്ടർ കാണാൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് കാണിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ മാറ്റങ്ങളുണ്ടോ? നമ്മൾ പെട്ടെന്ന് പുറത്ത് വേറെ സ്വഭാവം അകത്ത് വേറെ സ്വഭാവം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്ര വലിയ പരിചയമില്ല. അല്ല, നിങ്ങൾ ഭർത്താവിൻ്റെ സുധിച്ചേട്ടൻ്റെ ചേട്ടൻ വഴിയാണ് ഞാൻ പരിചയപ്പെട്ടാണ് ഞാൻ അവിടെ എത്തണത്. അപ്പോൾ അന്ന് ആ ഒരു ദിവസം 2-3 മണിക്കൂറത്തെ പരിചയമുള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി സംസാരിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ ഒരാള് വീണ ആള് രേണുസുധിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, അതിലെന്തെങ്കിലും സത്യാവസ്ഥ? എനിക്കറിയില്ലാത്തവരെ അവരെ പറ്റി ഞാൻ എന്താ പറയുക, എനിക്കറിയില്ല. എനിക്ക് വീണ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കറിയില്ല.
അല്ല യഥാർത്ഥത്തിൽ സുധിച്ചേട്ടന് ആ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ സുധിച്ചേട്ടൻ ആ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇപ്പൊ ഈ രേണുസുധീനോട് എല്ലാവർക്കും ഉള്ളൊരു ഇതെന്ന് വെച്ചാല് അവളോടുള്ള വെറുപ്പ് എന്താണെന്നറിയാമോ? ശരിക്കും അവൾ ഒന്നാമതെ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കത്തില്ല. സ്വന്തമായിട്ടൊരു നിലപാടില്ല, സ്വന്തമായിട്ടൊരു തീരുമാനമില്ല. നുളകൾ ഇങ്ങനെ മാറി മാറി പറയുന്നു. പിന്നെ ബിഷപ്പിനെ പോലുള്ള അത്രയും മഹത്തായ ഒരു മനുഷ്യനെ ചീത്ത വിളിക്കുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ കൂടെ കിടന്നുണ്ടാക്കി എന്നുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. ഇതൊക്കെ അങ്ങനത്തെ ഒന്ന് രണ്ട് വൃത്തികെട്ട ലാംഗ്വേജ് യൂസ് ചെയ്യണു. അപ്പോൾ അതൊക്കെയാണ് എല്ലാവർക്കും വെറുപ്പ് വരാൻ കാരണം. അതൊക്കെ കളഞ്ഞിട്ട് സാധാരണ ബിഗ് ബോസ് എല്ലാവരും കണ്ടസ്റ്റൻ്റ് ആണല്ലോ, എല്ലാവരും മത്സരിക്കാൻ പോയവരാ. എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നിട്ട് നല്ല രീതിക്ക് മത്സരിക്കട്ടെ. ഞാനും അത് കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അഭിനയിക്കാൻ പാടില്ല, അത് കുറേ അഭിനയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇതിന് എനിക്ക് പൊങ്കാല വരും, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാണ്. ഈ രേണുസുധി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ സംബന്ധിച്ച് ഈ ബിഗ് ബോസ് വോട്ട് കിട്ടിയതിലും ബിഗ് ബോസ് നിലനിർത്തുമെന്ന് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അത്ര റീച്ചാണ് പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നറിയാമോ? ഇപ്പം പൊതുവേ ഹസ്ബൻഡ് മരിച്ചുപോയി, വിധവ എന്നുള്ളൊരു കാർഡ്, വിധവ എന്നുള്ളൊരു കാർഡ് എപ്പോഴും പറയുന്നു. കുറേ ചാനലുകാർ പുള്ളിക്കാരിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. ആ ചാനലുകാർ തന്നെ കുറച്ച് പണിയും കൊടുത്തു. പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ തന്നെ കുറച്ച് പണിയും കൊടുത്തു. ആ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇത് വിട്ടല്ലോ, എവിക്ഷൻ അത് പറഞ്ഞു. ഇന്നലെ ലാലേട്ടൻ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് മാത്രമല്ല, പോകാൻ നേരപ്പോൾ അവളുടെ കൂട്ടുകാർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിലേക്ക് പോകുന്ന രേണുസുധിക്ക് ആശംസ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ആ കുട്ടി അവിടെ മത്സരിക്കാൻ പോണതാണെന്ന്. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരൊന്നുമില്ല. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തെറ്റായ രീതിക്ക് എടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഗെയിം ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരിക്കും. എന്താ ഇപ്പോൾ കണ്ട് ഇത്ര ഒരാഴ്ച ആയല്ലോ, ഇപ്പോൾ നന്നായി കളിക്കുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരായിരിക്കും? അനുമോള് കുഴപ്പമില്ല, സരിത ചേച്ചി കുഴപ്പമില്ല, രണ്ടുപേരും. അനുമോള് രേണുവിനോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചേച്ചി ഈ എല്ലാ സ്ത്രീകളെയും പറ്റി പറയരുത്, എല്ലാ വിധവകളെയും പറ്റി പറയരുത്. അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ രേണുസുധി പറയുമ്പോൾ പോലും അത് ഒരു കേരളത്തിലെ ഒന്നടങ്കം അല്ലെങ്കിൽ ലോകത്തെ ഒന്നടങ്കം അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളെ ഒന്നടങ്കമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയല്ലേ പറയുന്നത്? അവള് മൊത്തത്തിൽ സംസാരിക്കുമ്പം ഞാൻ വിധവകൾക്ക് വേണ്ടി സംസാരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് വിധവകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരൊക്കെ സൈലൻ്റ് ആയിട്ട് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ തന്നെ ഒരു വിധവ ഇങ്ങനെ ഒരു കുട്ടികളെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് കുറേ നെഗറ്റീവ് ഉണ്ടാവും, അത് നമ്മൾ തരണം ചെയ്യണം. പിന്നെ കിട്ടിയ നെഗറ്റീവ് മേടിച്ച് കൂട്ടുകയാണ് ചെയ്തത്. പലയിടത്തും കിട്ടിയില്ല, എനിക്ക് എന്ത് തന്നാലും ഞാൻ മേടിക്കും എന്നും പറഞ്ഞിട്ട് അഹങ്കാരത്തിലുള്ള സംസാരത്തിൽ നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിലെ ആൾക്കാർ എന്നെ പേഴ്സണലി കുറച്ച് ചോദിക്കുന്നുണ്ട്, രേണുസുധി കയറിയ ശേഷം 2 തെറിയും പറഞ്ഞാലോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 പേരെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ 2 തെറി പറഞ്ഞാലോ ബിഗ് ബോസിൽ കയറാം എന്നുള്ള ഒരു ധാരണയാണ് എല്ലാവർക്കും. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഇപ്പം മൊത്തത്തിൽ എല്ലാവരും പറയും, ഇത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ എന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ അത് മാറ്റി അത് തെളിയിക്കുന്നത് രേണുവിൻ്റെ ചുമതലയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ചേച്ചി പറഞ്ഞല്ലോ, ഈ രേണുസുധിക്ക് ഒരു രീതിയിലും കൂസലില്ല, എന്തും വായി തോന്നി പറയുന്ന ഒരാളെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും അടുത്ത സീസണിലേക്കും ആൾക്കാർ ഇത് ഓഡീഷന് വരുന്ന രീതിയിൽ. അപ്പോൾ അത്തരമുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഈ രേണുസുധിനെ കണ്ടുവരുന്ന ഒരു ബിഗ് ബോസിലേക്ക് വരുന്ന ആൾക്കാരോട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതുപോലെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ കുറച്ച് ചാനലുകാർ പുറകെ നടന്ന് കുറേ ലേഡീസ് ഇപ്പോൾ അതുപോലെ റീച്ച് കാണിച്ച് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും കൂടുതൽ തെറിയേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അത് ഞാൻ എൻ്റേതായ സ്വന്തം ഒരു നിലപാടിൽ ഉറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. എൻ്റെ പേര് ഞാനൊരു നിമിഷ ബിജി എന്നുള്ള പേര് ബ്രാൻഡ് ആക്കിയെടുത്ത ഒരാളാണ് ഞാൻ. അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു 4 യൂട്യൂബ് ചാനലും ഫേസ്ബുക്കൊക്കെ ഞാൻ തുടങ്ങി വരുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. കുറച്ച് ചാനലുകാരും പല മീഡിയയുടെ പേരും എടുത്തിട്ടുണ്ട്. പല പെൺപിള്ളേരെ പബ്ലിക്കായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്ത് അഴകൊഴ എന്ന് പറഞ്ഞ് കുഴഞ്ഞ് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കൊണ്ട് എനിക്ക് യോജിക്കുന്ന താല്പര്യമില്ലാത്ത ഒരാളാണ്. ഇപ്പോൾ രേണുസുധിനെ സംബന്ധിച്ചിടത്തോളം രേണുസുധി വൈറലായത് ഒരു ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു റീലിലൂടെ ആയിരുന്നു. പക്ഷെ എങ്കിൽ പോലും രേണുസുധീനെ ആളുകൾ അറിയുന്നത് സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ രേണുസുധീനെ ആ വൈറൽ ഹിറ്റാവാൻ കാരണം രേണുസുധി അത്തരത്തിലുള്ളൊരു റീല് ചെയ്യുന്നു, ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീ റീൽ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം രേണുസുധി മുതലെടുത്തു എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? സുധിച്ചേട്ടനെ ഇപ്പം എനിക്ക് തോന്നുന്നു മാക്സിമം പിഴിഞ്ഞ് ഊറ്റിയല്ലോ. ഇനിയെങ്കിലും വെറുതെ വിടുന്നു മാത്രമേ പറയാനുള്ളൂ. സുധിച്ചേട്ടൻ പറഞ്ഞ് പുള്ളിക്കാരൻ അവിടെ പോയാൽ പോലും മനസ്സമാധാനം കൊടുക്കുന്നില്ല. അതുണ്ട് 100%. ഈ സുധിച്ചേട്ടൻ്റെ പേര് തന്നെ ഭയങ്കരമായിട്ട് വലിച്ചിഴക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആരാണ് സുധി എന്ന് ചോദിച്ചപ്പോൾ സുധിച്ചേട്ടൻ തൊട്ട് കളിക്കരുത്. ഇപ്പോഴും സുധിച്ചേട്ടൻ അറിയത്തില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും സുധിച്ചേട്ടൻ അറിയാൻ പാടില്ലാത്തവർ ഒരുപാട് പേരുണ്ട്.
ഒരു സമയത്ത് സുധിച്ചേട്ടൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സുധിച്ചേട്ടൻ സ്റ്റാർ മാജിക് അങ്ങനത്തെ പരിപാടികളിൽ സുധിച്ചേട്ടൻ അങ്ങനെ ആർക്കും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മരിച്ചതിന് ശേഷമാണ് കൂടുതൽ അറിവായത് സുധിച്ചേട്ടൻ ആരാണ്.